ഡ്രൈവിംഗും അറിയില്ല, ഡ്രൈവിംഗ് ലൈസൻസും ഇല്ല. എന്നിട്ട് കാർ ഡ്രൈവ് ചെയ്തിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? റൂൾസ് കറക്റ്റ് ആയിട്ട് പാലിച്ചില്ലെങ്കിൽ എന്റെ പെങ്ങളാണെങ്കിൽ പോലും ഞാൻ വെറുതെ വിടില്ല. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച പിന്നെ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരേണ്ടി വരില്ല. വരരുത്. വാ പോകാം. മോളെ മീരേ, കൃഷ്ണ ഇങ്ങ വന്നേ. എന്താ എന്തിനാ വിളിച്ചേ? വഴുതി വീണോ? വീണില്ല മോളെ. പിന്നെന്തിനാ ഉറക്കെ വിളിച്ചത്? അയ്യോ കഷ്ടം, ഉറക്ക വിളിച്ച വീണെന്നാണ് അർത്ഥം. ആരാ കയറി വരുന്നേ നോക്ക്. അയ്യോ നമസ്കാരം. നമസ്കാരം. നിങ്ങൾക്ക് സുഖല്ലേ ചേച്ചി? സുഖം തന്നെ. നമസ്കാരം. 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 നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇരിക്കൂ. ഇരിക്കേ. ഇരുന്നല്ലേ. ഒരു മിനിറ്റ് ഇരിക്കണേ, ഞാനിപ്പൊ തന്നെ ചൂട് കാപ്പി ഇട്ടോണ്ട് വരാം. വേണ്ട ചേച്ചി, ഞങ്ങൾ കുടിച്ചിട്ടാ വന്ന്. ഞങ്ങൾ മോളെ കാണാൻ വന്നതാണ്. ഒന്ന് വിളിക്കാമോ? ആ ഞങ്ങളുടെ കുട്ടി അങ്ങനെയാ, വിളിച്ചാ മാത്രമേ പുറത്തേക്ക് വരൂ. ആ പൂർവയുടെ വളർത്തുഗുണം ഉണ്ടാവുമല്ലോ. എന്റെ കൊച്ചുമോളെ അവളല്ലല്ലോ വളർത്തുന്നത്. മീര എന്താ ആലോചിച്ച് നിക്കുന്ന? ഇന്ദുവിനെ വിളിച്ചിട്ട് വാ, പിന്നെ ഇവർക്ക് സ്വീറ്റ്സും എടുത്തിട്ട് വാ. വയ്ക്കോ. അവര് പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നു എന്നല്ലേ പറഞ്ഞത്. ഇനി സ്വീറ്റ്സ് എങ്ങനെ അവര് കഴിക്കുമല്ലേ? മീരേ, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞതാവും. നീ അകത്ത് പോയി ജ്യൂസ് കൊണ്ടുവാ. ചെല്ല്. ശരി ഏട്ടാ. ഇന്ദു, ഇന്ദു, നിന്റെ വുഡ്ബിയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. കല്യാണത്തിന്റെ ഏർപ്പാടുകളൊക്കെ തുടങ്ങിയോ? ആ ഇപ്പൊ വന്നത് പോലും ഈ തിരക്കിനിടയിൽ സമയം കണ്ടെത്തിയ. ആന്റി അങ്കിൾ അനുഗ്രഹിക്കണം. നന്നായി വരും. നന്നായിരിക്കട്ടെ. ഞങ്ങള് മോളെ കാണാൻ വേണ്ടി വന്നതാ. ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. താങ്ക് യു. എന്റെ മകൻ നിനക്ക് വേണ്ടി പ്രത്യേകം വരുത്തിയതാ മോളെ. എല്ലാം വില കൂടിയ പ്രോഡക്ട്സാ. ഇപ്പൊ ഇതൊക്കെ വേണമായിരുന്നോ? ആ പിന്നെ ഇതൊക്കെ വേണ്ടേ? കല്യാണ ദിവസം എന്റെ മകനോടൊപ്പം ഇരിക്കേണ്ടതല്ലേ? കല്യാണം ആവുമ്പോഴേക്കും കുറച്ചും കൂടി നിറം വെക്കണ്ടേ? അതുകൊണ്ട് മോള് അന്നേ ദിവസം ഈ ക്രീമും പൗഡറും ഒക്കെ പുരട്ടി നല്ലോണം നിറം വെക്കണം. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? എന്താണ് ഇങ്ങനെ പറയുന്നത്? അമ്മേ, അവർ സംസാരിക്കല്ലേ, പറഞ്ഞോട്ടെ. സത്യം പറയാണെങ്കില് പെണ്ണ് എങ്ങനെയുണ്ടെങ്കിലും ഞങ്ങൾ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. എന്തുകൊണ്ട്? അപൂർവയുടെ വാക്കിന്മേല്. എന്നാൽ ഇത്രയ്ക്ക് ത്യാഗം ചെയ്ത് ആലോചന ഉറപ്പിച്ചതിന് ശേഷം മോള് കല്യാണം വരെങ്കിലും കുറച്ച് ഭംഗിയായി കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹിച്ചൂടെ? ഈ മേക്കപ്പ് കിറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ മുഖം നന്നായി വെളുക്കും. ഉപയോഗിക്കാതിരിക്കരുതേ മോളെ. എങ്കിൽ ശരി, വളരെ വേണ്ടപ്പെട്ടവരെയെല്ലാം ഞങ്ങൾ നേരിട്ട് പോയി ക്ഷണിക്കണ്ടേ? അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി, എന്നാ അങ്ങനെ ആകട്ടെ. ഇറങ്ങാം. പയ്യനെ ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണം കേട്ടോ. എന്തായാലും പറയാം. ഒരുക്കങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. അമ്മ അവരെന്തൊക്കെയാ പറഞ്ഞിട്ട് പോയേ? എന്നെ ശരിക്കും കണ്ടിട്ട് തന്നെയല്ലേ കല്യാണം ഉറപ്പിച്ചത്? പിന്നെ ഇപ്പൊ എന്താ
എന്റെ നിറത്തെ പറ്റി ഇത്ര സംസാരിക്കാൻ? അവരുടെ പയ്യന് വലിയ നിറമൊന്നുമില്ലല്ലോ. പിന്നെന്താ അച്ഛാ അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാനാ മോളെ? ഞാൻ കാരണം ഇപ്പൊ തന്നെ ഒരു കല്യാണം മുടങ്ങിയതല്ലേ. ഈ കല്യാണമെങ്കിലും നടക്കണമല്ലോ. ഇത്രയും ത്യാഗം സഹിച്ച് അവരെന്നെ അവരുടെ വീട്ടിലെ മരുമകളാക്കേണ്ട ആവശ്യമില്ല. എന്റെ നിറത്തെ കുത്തി പറഞ്ഞ് എന്നെ അപമാനിച്ച അവരുടെ ഈ കല്യാണം എനിക്ക് വേണ്ട. എന്താ ഇത്? എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? അവര് പറഞ്ഞതെല്ലാം നീയും കേട്ടതല്ലേ. അവളുടെ നിറം മറച്ചു വെച്ച് അവരുമായി കല്യാണം നടത്താൻ നമ്മൾ ശ്രമിച്ചില്ലല്ലോ. മിണ്ടാതിരിക്കുന്നെന്ന് വെച്ച് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നോ? എനിക്ക് എന്തുമാത്രം ദേഷ്യം വന്നറിയോ ഏട്ടത്തി? ഇന്ദുവിനെ പറ്റി അവർക്ക് ഇങ്ങനെയൊക്കെ പറയാമോ? അതിലെന്താ തെറ്റ്? അവരുടെ മരുമകൾ എല്ലാവരിലും സുന്ദരിയാകണമെന്ന് കരുതി ഈ മേക്കപ്പ് കിറ്റ് വരുത്തി മേക്കപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. അത് തെറ്റാണോ? അവര് മനഃപൂർവ്വം ഇന്ദുവിനെ കൊച്ചാക്കാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല. അതാദ്യം മനസ്സിലാക്ക്. അവരുടെ മരുമകളാണെന്ന് ഫിക്സ് ആയപ്പോഴാ വേറൊന്നും ചിന്തിക്കാതെ സ്വന്തം മകളോടെന്ന പോലെ ഇതെല്ലാം വാങ്ങി നിനക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് തന്നത്. അതൊരു തെറ്റാണോ? നമ്മൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെറുതെ എന്തിനാ മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കുന്നത്? എല്ലാത്തിലും കുറ്റം മാത്രം എന്തിനാ കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്? സ്നേഹം കൊണ്ട് പറഞ്ഞതാ. ആ മേക്കപ്പ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കല്യാണത്തിന് സുന്ദരിയായിട്ട് നിന്നാ അവർക്ക് മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും സന്തോഷാവില്ലേ? കഴിഞ്ഞ തവണ പെണ്ണുകാണലിന് ചേച്ചി മേക്കപ്പ് ചെയ്തു വന്നപ്പോ അത് വേണ്ടാന്ന് ഉപദേശിച്ചത് അമ്മായി തന്നല്ലേ? അന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് യൂസ് ചെയ്തോളാൻ പറയുന്നത് എന്തിനാ? അത് അപ്പോഴത്തെ കല്യാണ പാർട്ടി എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ. ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മളെ പറ്റിക്കായിരുന്നു എന്ന് അവരെങ്ങാനും നമ്മളോട് തിരിച്ചു ചോദിക്കുവാണെങ്കിൽ അത് നമുക്ക് അപമാനമല്ലേ? അതുകൊണ്ടാണ് ഞാൻ അപ്പൊ അങ്ങനെ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ അവര് തന്നെ മേക്കപ്പ് കിറ്റ് വാങ്ങിച്ച് മേക്കപ്പ് ചെയ്തോളൂ എന്ന് പറയുമ്പോ അവർക്കില്ലാത്ത പ്രശ്നങ്ങളൊക്കെ നമുക്കെന്തിനാ വെറുതെ? ഇന്ദു, നിന്നെ കളിയാക്കിയാല് ഈ ആന്റിയെ കളിയാക്കിയത് പോലെയല്ലേ? നിന്നെ കളിയാക്കിയാല് ഞാൻ എങ്ങനെ സഹിച്ചു നിൽക്കുന്നത് നീ പറ. അവർക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാ മോളെ. അപ്പൊ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത്. ഇങ്ങോട്ട് നോക്ക്. ആന്റി പറയുന്ന നീ കേക്കില്ലേ? ഓ എടുക്ക്. അതെല്ലാം എടുക്ക്. ശരി ആന്റി. നക്ഷത്ര, എന്താമ്മേ? മോളെ നമുക്ക് പോണ്ടേ? വരുന്നമ്മേ. എന്തിനാ നീ ഇങ്ങനെ മുഖം കറുപ്പിച്ചിരിക്കുന്നത്? പിന്നല്ലാതെ ബ്യൂട്ടി പാർലറിലേക്ക് ഞാൻ എന്തിനാ മമ്മി? കല്യാണം കഴിക്കാൻ പോകുന്നത് ഇന്ദുവല്ലേ? അവളെയല്ലേ കൊണ്ടുപോകേണ്ടത്? ബ്യൂട്ടി പാർലറിലേക്ക് പോകേണ്ടത് ഇന്ദു അല്ല. അവളുടെ മുഖത്തിന് അവര് കൊണ്ടുവന്ന മേക്കപ്പ് കിറ്റ് തന്നെ അധികം. മമ്മി എന്താ അങ്ങനെ പറഞ്ഞത്?
പിന്നെന്ത് പറയണം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുന്നത്? അതിലെന്താ തെറ്റ്? നോക്ക്, നമ്മുടെ നിലയ്ക്കനുസരിച്ച് വേണം ഒപ്പം നിർത്തേണ്ടവരാരാ പുറകിൽ നിർത്തേണ്ടവരാരാന്ന് തീരുമാനിക്കേണ്ടത്. അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. മഹാറാണി എഴുന്നള്ളുമ്പോ പരിചാരകർ ദൂരെ തല കുനിച്ചു വേണം നിൽക്കേണ്ടത്, അല്ലാതെ അടുത്തല്ല നിൽക്കേണ്ടത്. നീ നമ്മുടെ വീട്ടിലെ മഹാറാണിയാ. നിന്നോടൊപ്പം നിൽക്കാൻ അവൾ ആയിട്ടില്ല. കസിൻ സിസ്റ്റർ അല്ലേ? ആയിരിക്കാം, പക്ഷേ അവര് നമ്മളെ ആശ്രയിച്ചാ ജീവിക്കുന്നത്. എന്ന് വെച്ചാ നമ്മൾ രാജകീയമായിട്ട് നിൽക്കണം, അവര് നമ്മളെ ഓച്ചാനിച്ച് നിൽക്കണം, അല്ലാതെ ഒന്നിച്ചല്ല നിൽക്കേണ്ടത്. ദാനം കൊടുക്കുന്നവരെപ്പോഴും നിവർന്നു നിൽക്കണം, അത് വാങ്ങുന്നവർ അനുസരണയോടെ നിൽക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? കൊടുക്കുന്നവരാരാണെന്ന് എല്ലാവരും അറിയണമെന്നുള്ളത് കൊണ്ട്. ആ കുടുംബം ജീവിക്കുന്നത് നമ്മുടെ ദയവില. അങ്ങനെയുള്ളപ്പോ നീ എന്തിനാ അവളെ കൊണ്ടിങ്ങനെ നടക്കുന്നത്? എന്റെ മകള് മഹാറാണിയെ പോലെ ജീവിക്കണമെന്ന് എന്റെ ആഗ്രഹം. അങ്ങനെ വളർത്തുന്നതും. അല്ലാതെ നീ അവരുടെ കൂടെ കൂടി അവരെ വലിയ നിലയിൽ എത്തിക്കാൻ ശ്രമിക്കണ്ട. അതെപ്പോഴും ഓർമ്മയിലുണ്ടാവണം. നീ എന്റെ മകളാ, എന്നെ പോലെ ജീവിക്കണം, എന്നെക്കാളും രാജകീയമായിട്ട് ജീവിക്കണം. നോക്കുമോളെ, കാശുള്ളവർ വലിയ നോട്ടുകൾ പേഴ്സിൽ സൂക്ഷിക്കും, ചില്ലറ പിച്ചക്കാർക്ക് കൊടുക്കാനായി മാറ്റിവെക്കും. അവരെ സംബന്ധിച്ച് ആ ചില്ലറ പോലും വലിയൊരു തുകയാ, അല്ലേ? അത് മനസ്സിലാക്കിയാ മതി. എവിടെ നോക്കി ഓടിക്കുന്നേ? നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം എന്റെ കാരണത്തടയാൻ? നിങ്ങളല്ലേ തടസ്സം വരുന്നത്? അത് ഇനി ഉണ്ടാവരുതെന്ന് നേരിട്ട് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. തടസ്സം വന്നു. എന്റെ വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ അത് എന്റെ ആളാണെന്നാണ് അർത്ഥം. അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാ ഞാൻ എങ്ങനെ വരാതിരിക്കും? എന്നോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോടാ തീർക്കേണ്ടത്, അല്ലാതെ ആ പാവം പെൺകുട്ടിയോടല്ല. വാണിംഗ് തരുവാണോ? ആ, മുന്നറിയിപ്പ് തരയാ. എന്റെ വീട്ടിലുള്ള ഒരാളെ നിങ്ങൾ തൊട്ടില്ലേ? നിങ്ങൾ തന്നെ കാറിന്റെ ബ്രേക്ക് ഫെയിലാക്കി ആ പെണ്ണ് ആക്സിഡന്റ് ഉണ്ടാക്കിയത് പോലെ വരുത്തിച്ച് അവളെ അറസ്റ്റ് ചെയ്യിക്കുമല്ലേ?
സാധുക്കളോട് നിങ്ങളുടെ കരുത്ത് കാണിക്കരുത്. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തൊട്ടു നോക്ക്. എന്തായാലും നിങ്ങൾക്ക് ദേഷ്യം എന്നോടല്ലേ? എവിടെ നിന്നോ വന്നാ അവളോട് എന്തിനാ കാണിക്കുന്നത്? ആ പെൺകുട്ടി ആയതുകൊണ്ട് ചെയ്യാത്ത തെറ്റിന് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി. ആ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ ആ കാർ അവിടെ വച്ച് എന്നെ കത്തിച്ചു കളഞ്ഞനെ. ആ കാറ് ഡാമേജ് ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുത്തത്. അതിനി റിപ്പയർ ചെയ്യണോ അതോ പുതിയത് വാങ്ങണോന്ന് നിങ്ങളുടെ ഇഷ്ടം. ബ്ലാങ്ക് ചെക്ക്. എത്ര തുക എഴുതണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഒരിക്കൽ കൂടി ആ പെണ്ണിനെങ്ങാനും ബുദ്ധിമുട്ടിച്ചൊന്നും ഞാൻ അറിഞ്ഞ പോലീസ് സ്റ്റേഷനിലൊന്നും പോവില്ല, കുടുംബത്തോടെ തീർക്കും ഞാൻ. നിങ്ങൾ അലറുമ്പോ പേടിക്കാനായിട്ടെ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനല്ല ഞാൻ, ജഗത്. അറിഞ്ഞോ അറിയാതെയോ എന്റെ അമ്മ എനിക്ക് നല്ലൊരു പേരിട്ടു, ജഗത്. അർത്ഥം അറിയാലോ അല്ലേ? പ്രപഞ്ചം. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്താ ഒളിച്ചൊടുക്കി കളയും ഞാൻ. ശാരദയുടെ മകനായി പറയുന്ന കണ്ടില്ലേ മമ്മി അവന്റെ അഹങ്കാരം? അവൻ എന്നെ കുറിച്ച് ശരിക്കും അറിയില്ല. എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ മുഖത്ത് ചെക്ക് വലിച്ചെറിഞ്ഞല്ലേ. അവന് ഞാൻ എങ്ങനെ ചെക്ക് വയ്ക്കുന്നു നോക്കിക്കോ.